എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു LG ഇൻവെർട്ടർ AC-യുടെ PCB ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് CH05 കമ്മ്യൂണിക്കേഷൻ എറർ. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഞാനിവിടെ ഇൻഡോർ PCBയും ഔട്ട്ഡോർ PCBയും വെച്ചിട്ടുണ്ട്. ഇൻഡോർ PCB ഔട്ട്ഡോർ PCBയും തമ്മിലുള്ള കണക്ഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഔട്ട്ഡോർ PCBയിൽ ഫാൻ മോട്ടറോ കംപ്രസറോ ഒന്നും കൊടുത്തിട്ടില്ല. ഇത് കമ്മ്യൂണിക്കേഷൻ എറർ ആയതുകൊണ്ടിട്ട് അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്തതിന് ശേഷം കംപ്രസർ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഡോറാണ് ഈ കാണുന്നത്. ഇൻഡോറിനകത്തുള്ള എല്ലാ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൻസർ, ഇൻഡോർ DC ഫാൻ മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. DC ഫാൻ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേ ഒക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി റിപ്പയറിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഞാനിതിൽ പവർ കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എറർ എന്താണ് പറഞ്ഞതെന്ന്. ഇതിപ്പോൾ ഞാൻ ഇവിടെ കണക്ഷൻ കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഇത് കണ്ടല്ലോ. ഇവിടെ നിന്ന് ഇതിനകത്തുനിന്ന് ഇവിടെ ആയിട്ട് നമ്മുടെ ഇത് ലൈന് റെഡ്, ബ്ലാക്ക്, ന്യൂട്രൽ, വയലറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ ബോർഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് കമ്മ്യൂണിക്കേഷൻ ലൈനാണ്, ഇത് മെയിൻ സപ്ലൈ ലൈന്. ഇതെല്ലാം ഈ ഒരു ചെറിയ ഇൻഡോർ ബോർഡുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലൊന്ന് പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് സ്വിച്ച് ഓൺ ആണ്. അപ്പോൾ LGയിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്പ്ലേ ഓൺ ആവില്ല. ഒരു 5-6 സെക്കൻഡ് കഴിഞ്ഞ് മാത്രമേ ഡിസ്പ്ലേ ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെയാണ് ആ മ്യൂസിക് കേട്ടത്. ഇനി നമുക്ക് റിമോട്ടിൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഓൺ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് 02 അല്ല, ഇത് 20 ആണ്. തല തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ 20ലാണ് കിടക്കുന്നത്. ഇൻഡോർ ഫാൻ മോട്ടർ എടുത്തിട്ടുണ്ട്. അത് റൺ ചെയ്യുന്നുണ്ട്. കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ ഇനി ആ എറർ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ആ എറർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. CH05 അതൊന്ന് നേരെ കാണിക്കാം. CH05. അപ്പോൾ CH05 വരുമ്പോഴത്തേക്കും ഔട്ട്ഡോർ യൂണിറ്റിലോട്ടുള്ള സപ്ലൈ കട്ടാവും. അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റിലോട്ടുള്ള സപ്ലൈ കട്ടായതുകൊണ്ട് ഞാനിതൊന്ന് പവർ ഓഫ് ചെയ്യണം. പവർ ഓഫ് ചെയ്തിട്ട് തിരിച്ച് പവർ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പവർ ഓണായി. ഞാൻ റിമോട്ടിൽ പവർ ഓൺ ചെയ്തു. ഞാൻ നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ ഈ ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡിൽ ഇവിടെ ഒരു LED ഉണ്ട്. ഈ LED കത്തുന്നില്ല. നമ്മളിവിടെ ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലേക്ക് സപ്ലൈ പോയി കഴിഞ്ഞാൽ ഈ LED കത്തണം. അപ്പോൾ ഇവിടെ ഈ LED കത്തുന്നില്ല. ഇതിനകത്ത് പവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് കാണാൻ സാധ്യത. അപ്പോൾ നമുക്ക് പവർ റിലേറ്റഡ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് പവർ ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. അതിനുശേഷം പവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പവർ ഇങ്ങോട്ട് വരുന്നില്ല, അതായത് നമുക്ക് ഈ ഒരു പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പവർ സപ്ലൈ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് മറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലോട്ട് സപ്ലൈ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പവർ സപ്ലൈ വരുന്നത്, പവർ സപ്ലൈ സൈഡ്. അപ്പോൾ മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ AC മോഡിൽ ഇടുക. നമുക്ക് ഇവിടെ എത്ര വോൾട്ടേജ്, അതായത് ഇൻഡോർ യൂണിറ്റിൽ നിന്ന് ഔട്ട്ഡോർ യൂണിറ്റിലോട്ട് എത്ര വോൾട്ടേജ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ 236 വോൾട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. 236, 237 അങ്ങനെ നിൽക്കുന്നത്. അത് ഓക്കെയാണ്. ഔട്ട്ഡോർ യൂണിറ്റിൽ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് ബാക്കി വോൾട്ടേജ് കാര്യങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല, ഈ LED എന്തുകൊണ്ട് കത്തുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഔട്ട്ഡോർ യൂണിറ്റാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പവർ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ബോർഡ്, അപ്പോൾ നമ്മുടെ ഈ ബോർഡിൽ ഈ ഒരു കണക്ഷൻ, ഇത് നമ്മുടെ വയർ വരുന്ന കണക്ഷനാണ്. ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ഇവിടെ ഈ പിന്നിൽ നിന്ന് പോകുന്നത് ഇൻപുട്ട് നമ്മുടെ ഇൻഡോറിൽ നിന്ന് വന്ന് നേരെ ഇവിടെ വരും. ഈ ഒരു 3 കണക്ഷനിൽ വരും. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ ലൈന്, ഇത് ഫേസ് ലൈന്, ഇവിടെ ന്യൂട്രലാണ്. അപ്പോൾ ഈ നമുക്കിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വോൾട്ടേജ് പ്രോപ്പറായിട്ട് ഇതിനകത്തോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്. ഈ ഫ്യൂസ് ഓപ്പൺ ആണോ
എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിമീറ്റർ ഡീപ്പ് മോഡിലിടാം, ബസർ മോഡിലിടാം. ബസർ മോഡിലിട്ടിട്ട് നമുക്ക് ആദ്യം ഈ ഫീസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഈ ഫീസ് ഓപ്പണാണ്. ഓക്കെ, ഈ ഫ്യൂസ് ഓപ്പണാണ്. അപ്പോൾ എന്തുകൊണ്ട് ഫ്യൂസ് ഓപ്പണായെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. ഫ്യൂസ് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻറ്റേർണലി എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ മെയിൻ ഫിൽറ്റർ ക്യാപ്പിൽ തന്നെ ചെക്ക് ചെയ്യാം, മെയിൻ ഫിൽറ്റർ ക്യാപ്പിൽ ഷോർട്ടിങ് ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവിടെ ഈ ഒരു കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ഫിൽറ്റർ ക്യാപ്പ്. അപ്പോൾ ഈ ഒരു മോഡലിന് നമുക്ക് റിയാക്ടർ കോയിൽ ഇതിനകത്ത് ഇൻബിൽഡാണ്. ആ റിയാക്ടർ കോയിലിൻ്റെ കണക്ഷനാണ് ഈ ഒരു ഇത് പോസിറ്റീവ്. ഈ ഇവിടെ നിന്ന് പോസിറ്റീവ് കണക്ഷൻ വന്ന് ഈ റിയാക്ടർ കോയിൽ വഴിയാണ് നമ്മുടെ ഇവിടുത്തെ IGBTയിലും പിന്നെ അതേ കണക്ക് തന്നെ ഡയോഡിലും ചെന്ന് ചേരുന്നത്. നമുക്ക് ഈ ഒരു മെയിൻ ഫിൽറ്റർ ക്യാപ്പിൽ എന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മെയിൻ ഫിൽറ്റർ ക്യാപ്പിൽ ഷോർട്ടിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഇനി ഇവിടുത്തെ IGBT ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് IGBTയുടെ കണക്ഷൻ, ഇത് ഡയോഡ്, ഇത് റെക്ടിഫയർ ഡയോഡ്, ഇത് സ്വിച്ചിങ് ഡയോഡ്, പിന്നെ നമ്മുടെ IPM മൊഡ്യൂൾ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് IGBT ഷോർട്ടഡ് ആണ്. IGBT ചെക്ക് ചെയ്യുമ്പോൾ IGBT ഷോർട്ടിംഗ് ആണ് കാണിക്കുന്നത്. കണ്ടോ, IGBT ഇവിടെ 44 ഓംസ്, ഇവിടെ 0 ഓംസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് ഇതിനകത്തുനിന്ന് അഴിച്ചെടുത്തിട്ട് ഈ ഒരു IGBT ഇളക്കിയെടുക്കാം. ഈ IGBT ഇതിന് ഷോർട്ടിങ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ക്യാബിനകത്തുനിന്ന് ഈ ഒരു ബോർഡ് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഈ IGBT സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് ആ IGBT ഇളക്കിയെടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് അഴിച്ചിട്ട് വരാം. ഞാനിപ്പോൾ അതിൻ്റെ ബോഡി അഴിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ IGBT, ഇത് സ്വിച്ചിങ് ഡയോഡ്, ഇത് നമ്മുടെ റെക്ടിഫയർ IPM. ഇത് മൂന്നും ഹീറ്റ് സിങ്കിന് അടിയിലിരുന്നാണ് ഞാൻ ഹീറ്റ് സിങ്ക് ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഷോർട്ടിങ് കാണിച്ചിരിക്കുന്നത് ഈ IGBT ആണ്. അപ്പോൾ ഇവിടെ വയ്ക്കും ഈ IGBT ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതോ IGBTയുടെ ഡ്രെയിനും സോഴ്സും തമ്മിൽ ഷോർട്ടാണ്, ഡ്രെയിനും ബേസും തമ്മിലും ഷോർട്ടിങ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് IGBT എടുത്ത് അതിനകത്തുനിന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ IGBT പുറത്ത് വെച്ച് ചെക്ക് ചെയ്യാം. ഷോർട്ട്, ഇതും ഷോർട്ടിങ് ആയിട്ട് ഇറങ്ങണം. ഓക്കെ, ഇനി ഇവിടെ ഒരു ഡയോഡുണ്ട്. ഈ ഡയോഡിൻ്റെയും കൂടെ ചെക്ക് ചെയ്യാം. ഈ ഡയോഡ് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഡയോഡ് മോഡിലിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. കറക്റ്റ് റീഡിങ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ IGBT മാത്രമായിട്ടാണ് പോയിരിക്കുന്നത്. IGBTയും പോയിട്ടുണ്ട്, ഫ്യൂസും പോയിട്ടുണ്ട്. അതൊരു 12 ആംപിയറിൻ്റെ ഫ്യൂസാണ്. ഇത് എഴുതിയിരിക്കുന്ന നമ്പർ 62. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ IGBT ഇതിനകത്തോട്ട് മാറിയിടാം. ഇത് എത്ര ആംപിയർ എത്ര വോൾട്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേറെ IGBT മാറിയിടാം. അപ്പോൾ ഇതിൻ്റെ ആംപിയറും വോൾട്ടേജും ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോഡലിൻ്റെ ഡാറ്റ ഷീറ്റ് കിട്ടും. ആ ഡാറ്റ ഷീറ്റിനകത്ത് എത്ര ആംപിയർ എത്ര വോൾട്ട്, അത് ഏത് ടൈപ്പിലുള്ള IGBT ആണെന്ന് നമുക്കറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് അതേ സെയിമിലുള്ള ഒരു IGBT ഇതിനകത്തോട്ട് മാറിയിട്ട് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇതിൻ്റെ കറക്റ്റ് നമ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് നമ്പർ എന്ന് പറയുന്നത് MGD623S എന്നാണ്. MGD 623S എന്നുള്ള ഒരു IGBT ആണിത്. അപ്പോൾ ഈ IGBT എന്ന് പറയുന്നത് 37 ആംപിയർ 600 വോൾട്ടാണ്. ഇത് നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് 50 ആംപിയർ വരെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യും. 100 ഡിഗ്രി അതായത് 100 ഡിഗ്രി ചൂടിൽ ഇത് 37 ആംപിയർ സപ്പോർട്ട് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാനിതിന് പകരമായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തോഷിബയുടെ 50JR22 എന്നുള്ള IGBT ആണ്. ഈ IGBT നമുക്ക് 600 വോൾട്ട് 50 ആംപിയർ ആണ്. ഇതും ഇതേ കണക്ക് തന്നെയാണ്. 25 ഡിഗ്രി സെൽഷ്യസ് അതായത് 25 ഡിഗ്രി ചൂടിൽ നമുക്കിതൊരു 50 ആംപിയർ സപ്പോർട്ട് ചെയ്യും. 100 ഡിഗ്രിയിൽ ഇത് 44 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോസ്ഫെറ്റാണ് 50JR22 എന്നുള്ളത്.
അപ്പോൾ ഈ മോസ്ഫെറ്റാണ് ഞാനിപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ പാഡ്, അടിയിൽ ഇതിൻ്റെ പാഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ഒരു മോസ്ഫെറ്റ് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത്, പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ട്. ആ ഫ്യൂസ് 12 ആംപിയറാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത് 15 ആംപിയറിൻ്റെ ഫ്യൂസാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും സെറ്റ് ചെയ്തിട്ട് പിന്നെ ഹീറ്റ് സിങ് സെറ്റ് ചെയ്തിട്ട് വരാം. ആദ്യം നമുക്കിതിൻ്റെ പാഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതിൻ്റെ പാഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി IGBT ഇതിവിടെ സോൾഡർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഹീറ്റ് സിങ് കറക്റ്റായിട്ട് പിടിപ്പിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഹോള് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ പിന്നെ ഹീറ്റ് സിങ് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിത് പിന്നെ സോൾഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ അടിയിൽ ഞാൻ ഹീറ്റ് സിങ് കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാം സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പൊസിഷനായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സോൾഡർ ചെയ്യാം. ഇനി ഇതിലിനി ഫ്യൂസും കൂടെ പോയിട്ടുണ്ട്. ആ ഫ്യൂസ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ചെറിയ ഫ്യൂസാണ്. ഈ ഫ്യൂസും കൂടെ നമുക്ക് ഇതിനകത്തുനിന്ന് മാറണം. ഫ്യൂസ് ഇതിനകത്തോട്ട് ഇടാം. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ ഈ ഒരു ബോർഡിൽ IGBTയും ഫ്യൂസും മാറിയിട്ടുണ്ട്. പിന്നെ ഇനി വേറൊരു ഒരു കാര്യം കൂടെ നമുക്കിതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ AC ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡുകളിൽ അതിൻ്റെ പവർ കണക്ഷൻ കൊടുക്കുന്നത് രണ്ട് രീതിയിലാണ്. പവർ ഇൻലെറ്റായിട്ട് പോകുന്നത്, അത് നമ്മളിവിടെ സപ്ലൈ വന്നു കഴിഞ്ഞാൽ എല്ലാ ബോർഡുകളിലും വരുന്നത് കണക്കല്ല ഈ ഒരു ബോർഡിൽ സപ്ലൈ വരുന്നത്. അപ്പോൾ മറ്റുള്ള ബോർഡുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു PTCയും ഒരു റിലേയും ഉണ്ടാവും. അപ്പോൾ ഈ PTC വഴിയായിരിക്കും ആദ്യം സപ്ലൈ പോയിട്ട് മെയിൻ സപ്ലൈ ഓണായിട്ട്, അതായത് ഈ ഒരു SMBS ചോപ്പറിൻ്റെ SMBS ഓണായിട്ട് നമ്മുടെ മൈക്രോ കൺട്രോളർ റിലേക്ക് നിർദ്ദേശം കൊടുക്കും റിലേ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ റിലേ ഓൺ ആയതിനു ശേഷമായിരിക്കും നമ്മുടെ ഈ ഒരു ഡയറക്റ്റ് സപ്ലൈ പോകുന്നത്. അതുവരെയും PTC വഴിയായിരിക്കും സപ്ലൈ പോകുന്നത്. അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PTC വഴി സപ്ലൈ പോകുന്ന സമയത്ത് ഇൻറ്റേർണലി ഇതിന് കണക്ക് IPMO അല്ലെങ്കിൽ IGBTയോ IPMO ഡയോഡോ മറ്റെന്തെങ്കിലും ഷോർട്ടിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റിലേ ഓണാകാതെയും ഈ PTC വഴി സപ്ലൈ പോകുന്ന സമയത്ത് PTC ഹീറ്റായിട്ട് ആ വോൾട്ടേജ് അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊരു പ്രൊട്ടക്ഷൻ മെത്തേഡാണ്. പക്ഷേ ആ ഒരു പ്രൊട്ടക്ഷൻ മെത്തേഡ് ഇതിന് ഇല്ല. ഈ ഒരു ബോർഡിന് ആ ഒരു പ്രൊട്ടക്ഷൻ മെത്തേഡ് ഇല്ല. ഈ ഒരു ബോർഡിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂസ് മാത്രമാണ് ഈ ഒരു ബോർഡിൻ്റെ പ്രൊട്ടക്ഷനിലോട്ട് വന്നിരിക്കുന്നത്. പിന്നെ MOV ഉണ്ട്, MOVയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു MOV കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ റെക്ടിഫിക്കേഷന് മുന്നേ ആയിട്ടും ഒരു MOV ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് MOVകളും ഇത് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് MOV കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് കണക്ക് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്യൂസുമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ബോർഡിലും ആ ഒരു PTC അതിൻ്റെ റിലേ ഒരു മെത്തേഡ് ഇതിനും കൊണ്ടുവരണമായിരുന്നു. പക്ഷേ ഇതിലും കൊണ്ടുവന്നിട്ടില്ല. കാര്യം ഇതിനകത്ത് എന്തെങ്കിലും ഹെവി ഡാമേജ്, ഫ്യൂസ് പോവാതെ നല്ല രീതിയിലുള്ള ഹെവി ഡാമേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മറ്റുള്ള കമ്പോണൻസുകളെയും ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ ഒരു ബോർഡാണെന്ന് വേണമെങ്കിൽ LGയുടെ ഈ ഒരു ബോർഡിനെ പറയാം. ഇത് LGയുടെ ഒറിജിനൽ കമ്പനി ബോർഡ് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ IGBTയും ഫ്യൂസും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് കറണ്ട് കൊടുക്കുന്നതിന് മുന്നേ ഒരു ടെസ്റ്റിംഗ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ IGBT മാറിയിട്ടുണ്ട്. IGBTയുടെ ഗേറ്റിൽ അതിൻ്റെ ഡ്രൈവിംഗ് വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അതിന് ജസ്റ്റ് ഒരു ചെക്കിങ്ങേ ഉള്ളൂ. നമുക്ക് ഇവിടെ സപ്ലൈ കൊടുക്കുന്നിടത്ത് നമ്മൾ ഒരു സീരിയൽ ബൾബ് ഇട്ട് സപ്ലൈ കൊടുക്കുക. എന്നിട്ട് ആ സീരിയൽ ബൾബ് കത്തിയിട്ട് ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ കത്തിയിട്ട് ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് കറക്റ്റാണ്. ഇതിൻ്റെ ആ ഒരു ഗേറ്റ് ഡ്രൈവിംഗ് IC കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതല്ല ഫുൾ റേഞ്ചിൽ കത്തി തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ IGBTയുടെ ഗേറ്റ് ഡ്രൈവ് IC ഷോർട്ടിംഗ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന സെനർ ഡയോഡ് എന്തെങ്കിലും ഷോർട്ടിംഗ് ഉണ്ട്. പക്ഷേ ഇത് മസ്റ്റായിട്ട് നമ്മൾ ഇതിനകത്ത് ഈ IGBT മാറിയതിന് ശേഷം ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ്. അല്ലാതെ നമ്മൾ ഇൻഡോർ യൂണിറ്റുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ട് ഡയറക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ
ഇത് ഈ പിന്നെ ഫ്യൂസും പോവും, IGBTയും എല്ലാം പോവും. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പവർ കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു പവർ കേബിൾ എടുത്തിട്ടുണ്ട്. ഈ പവർ കേബിൾ ഇതിൻ്റെ ന്യൂട്രലും ഫേസിലും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ബോർഡ് ഇരിക്കുന്ന സൈഡൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും പൊട്ട്. ഓക്കെ, ഇനി ഞാൻ ഇത് ഒരു സീരിയൽ ബൾബിൽ കൊടുക്കുകയാണ് കണക്ഷൻ. എന്നിട്ട് എങ്ങനെയാണ് ഇത് കത്തുന്നതെന്ന്, ആ ബൾബ് എങ്ങനെ കത്തുന്നുണ്ടെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, ഇപ്പോൾ ആ ബൾബ് വളരെ ഡൗൺ ആയിട്ടാണ് കത്തി നിൽക്കുന്നത്. അതായത് ഇതിനകത്തുള്ള കാര്യങ്ങൾ വേറെ ഷോർട്ടിങ്ങോ വേറെ ഷോർട്ടിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ IGBTയുടെ ഗേറ്റ് ഡ്രൈവർ ഓക്കെ ആയതുകൊണ്ടിട്ടാണ് അതങ്ങനെ ചെറുതായിട്ട് കത്തി നിൽക്കുന്നത്. കംപ്രസർ എടുക്കുന്ന ടൈമിൽ IGBT വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ലൈറ്റ് നല്ല രീതിയിൽ കത്തും. പക്ഷേ നമുക്കിനി ധൈര്യമായിട്ട് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡയറക്റ്റ് സപ്ലൈ ഇതിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ചെക്കിങ് കഴിഞ്ഞു. ഇനി ഇൻഡോറും ഔട്ട്ഡോറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വയർ മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്കിതിൻ്റെ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇൻഡോർ യൂണിറ്റിൽ നിന്ന് ഔട്ട്ഡോർ യൂണിറ്റിലോട്ടുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ടെസ്റ്റ് ചെയ്യുന്ന കംപ്രസർ ഞാനിവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് പവർ കൊടുത്ത് ഓൺ ചെയ്യാണ്. ഓക്കെ, ഞാൻ പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡ് ഓണായതിൻ്റെ സൗണ്ട് കേട്ട് ഇനി റിമോട്ടിൽ പവർ ഓൺ ചെയ്യാം. അപ്പോൾ 20 കിടപ്പുണ്ട്. ഇതിൻ്റെ ഒരു ഫാൻ മോട്ടർ ഓൺ ആയിട്ടുണ്ട്. കംപ്രസർ എടുക്കുന്നത് വരെ നമുക്കൊന്ന്. ഓക്കെ, കംപ്രസർ എടുത്തിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യണം. കാര്യം ഇതിൻ്റെ കംപ്രസർ അല്ല ഇത്. നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസർ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ കംപ്രസർ കൊടുത്തിരിക്കുന്നത്. ഈ കംപ്രസർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാവും. ഇതിൻ്റെ കംപ്രസറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. LGയുടെ തന്നെ പല ടൈപ്പ് കംപ്രസറുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് മാത്രമേ ഈ കംപ്രസർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ഓക്കെയാണ്. നമുക്ക് കംപ്രസർ എടുത്തിട്ടുണ്ട്. ഈ വർക്ക് കമ്മ്യൂണിക്കേഷൻ എറർ എന്നുള്ളത് മാറിയിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് നമുക്കിപ്പോൾ കംപ്രസർ കറക്റ്റായിട്ട് എടുത്ത് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്കും കൂടെ അടിക്കുക. എത്രത്തോളം നിങ്ങൾ ലൈക്ക് അടിക്കുന്നു അത്രത്തോളം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് ഞാൻ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ വീഡിയോസ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ ലൈക്കുകൾ തരിക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.